ആശുപത്രികളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണ വിവാദത്തിൽ മലക്കമറിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷണ വിതരണം തടയുമെന്ന് കടുത്ത നിലപാടെടുത്ത മന്ത്രി വലിയ പ്രതിഷേധങ്ങൾക്കും ജനരോഷങ്ങൾക്കും ഒടുക്കം യു-ടേൺ അടിക്കുകയായിരുന്നു. ആലപ്പുഴയുടെ മാത്രം കാര്യമാണ് പറഞ്ഞതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പുതിയ ന്യായീകരണം. മറ്റു ജില്ലകളിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി സമ്മതിച്ചു. ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള അധികാരം മന്ത്രിക്ക്, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിൽ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ. രാഷ്ട്രീയ പ്രവർത്തനമല്ലല്ലോ ഒരു പൊതിച്ചോറ് കൊടുക്കുന്നത്. അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ അത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. ഇതാണ് ഇന്നലെ രാവിലെ ആറന്മുളയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നൽകിയ പ്രതികരണം. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി സർക്കാർ ആശുപത്രികളിൽ ഇനി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ വലിയ ജനരോക്ഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കൊടുവിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിലപാടിൽ നിന്ന് മലക്കം മറിയേണ്ടി വന്നു ആരോഗ്യമന്ത്രിക്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് സർക്കാരിൻ്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. ആലപ്പുഴയിൽ കംപ്ലൈൻറ്റ് കിട്ടി, തീരുമാനമെടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈൻറ്റ് കിട്ടിയാൽ അപ്പോൾ നോക്കാം. ഇപ്പം കംപ്ലൈൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആലപ്പുഴയുടെ മാത്രം പ്രശ്നമെന്ന് ന്യായീകരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് മറ്റു സ്ഥലങ്ങളിൽ പദ്ധതിക്ക് വലിയ പിന്തുണയുണ്ടെന്നും സമ്മതിക്കേണ്ടി വന്നു. 2017 ആരംഭിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പൊതിച്ചോറ് വിതരണം വലിയ ജനപിന്തുണയോടെയാണ് മുന്നോട്ടു പോകുന്നത്. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസമാക്കുന്ന പദ്ധതിയെ രാഷ്ട്രീയ ദുഷ്ടലാക്കുവെച്ച് തകർക്കാനായിരുന്നു കെ മുരളീധരന്റെ ശ്രമം. 50-ലധികം സർക്കാർ ആശുപത്രികളിലാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറെത്തുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കം തുടങ്ങുന്നതിൽ സാധാരണക്കാർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ശ്വാസം അവസാനിപ്പിക്കരുത് എന്നു മാത്രമാണ് അവരുടെ ആവശ്യം. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയെ തകർക്കാനുള്ള കോൺഗ്രസിന്റെ വർഷങ്ങളായുള്ള ഭാഗം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെയും സമീപനമെന്നാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.